ഹായ്, എല്ലാവർക്കും ലിബീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റാണ്. ഈസി ആയിട്ട് ഇൻസ്റ്റൻ്റായിട്ട് നീർദോശ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ഇടിയപ്പത്തിൻ്റെയൊക്കെ അരിപ്പൊടി വെച്ചിട്ട് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മുടെ ഇൻസ്റ്റൻറ്റ് നീർദോശയ്ക്ക് ആവശ്യമായിട്ട് ഞാൻ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയാണ്. വറുത്ത് ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്ന പൊടിയാണ്. അപ്പോൾ നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി, നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം, ഏകദേശം ഒരു കപ്പ് വെള്ളത്തോളവും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ വേണ്ട തരിയില്ലാതെ വെള്ളമായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ടൊരു അരക്കപ്പ് തേങ്ങയും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സിയിലിട്ടിട്ട് ഇത് നല്ലതായിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കും. നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. നമ്മുടെ നീർദോശയുടെ മാവ് നന്നായിട്ട് കണ്ടില്ല, പത കണ്ടില്ല, ഇങ്ങനെ നല്ല പത വരണം ഇത് മിക്സിയിൽ അടിച്ചെടുക്കുമ്പം. ഇതിലോട്ട് കുറച്ച് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് ഞാൻ ഒന്നുകൂടെ നന്നായിട്ട് അടിച്ചെടുക്കാൻ പോവാണ്. നമുക്കിതിലോട്ട് അരക്കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കണം. അപ്പം നമ്മുടെ മാവ് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നല്ല പത വരണം. ഞാൻ പാത്രത്തിലോട്ട് മാറ്റാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇത് ഓരോ പ്രാവശ്യം നമ്മൾ ഒഴിക്കുമ്പോഴും ഒന്ന് ഇളക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട്. അല്ലെങ്കിൽ മിക്സിയിലിട്ട് അത് കുറച്ച് ദോശ ഉണ്ടാക്കിയിട്ട് ഒന്നുകൂടെ മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ നല്ലതായിട്ട് നമുക്ക് കിട്ടും. നമ്മുടെ ദോശപ്പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം ഒഴിച്ചു കൊടുത്ത് നോക്കട്ടെ. ഉണ്ടല്ലോ, ഇങ്ങനെ ഒഴിച്ച് അല്ലോ, ഇതുപോലെ തിന്നായിട്ടുള്ള എത്രയും തന്നെ ആക്കാമോ അത്രയും നല്ലത്. കണ്ടോ, നമ്മളങ്ങോട്ട് ഒഴിക്കുമ്പോഴേ അതങ്ങ് നല്ലതായിട്ട് കിട്ടും. ഇത് വൺ സൈഡിലേ നമ്മൾ എടുക്കത്തുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് കുക്കാവട്ടെ. ഇപ്പോൾ നമ്മുടെ ദോശ ആയിട്ടുണ്ട്. ഇത് ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ട് തന്നെ തന്നെ ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ നമ്മുടെ അതുപോലെ അരിപ്പൊടി ഉണ്ടെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരമാണ്. കണ്ടോ, എത്രയും തിന്നായിട്ട് അത് ഒഴിച്ചെടുക്കാമോ അത്രയും നല്ലതാണ്. അതുപോലെ ചൂട് പാനിൽ വേണം ഒഴിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഈ ഹോൾസ് ഒന്നും വരത്തില്ല. ഉണ്ടാക്കിയിട്ടുണ്ട്, ബാക്കിയും കൂടെ ഉണ്ടാക്കിയെടുക്കാം. നീർദോശയിലൂടെ നമ്മൾ കഴിക്കുന്നത് തേങ്ങാപ്പാലാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അരക്കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഷുഗർ ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, പിന്നെ ഇച്ചിരി വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ഇത് തിക്ക് കോക്കനട്ട് മിൽക്കാണ്. അപ്പോൾ ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ നീർദോശയുടെ കൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ ഈ തേങ്ങാപ്പാലാണ് എടുക്കുന്നത്. നമ്മുടെ തേങ്ങാപ്പാൽ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നീർദോശയും തേങ്ങാപ്പാലും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. പെട്ടെന്നൊരു നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.